ചൂടുകാലമായതോടുകൂടി വിയർപ്പ് അധികമാകാനും കുട്ടികളിൽ നമ്മൾ ചൂടുകുരു ഒക്കെ കണ്ടുക തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചൂടുകുരു ഉണ്ടാവുന്നത് സ്കിന്നിൻ്റെ ഒക്കെ വിയർപ്പ് ഗ്രന്ഥികളുടെ ഓപ്പണിങ് വിയർപ്പ് കാരണം അടയുകയും അത് അവിടെ നിന്നിട്ട് ഇൻഫ്ലെയിംഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻഫ്ലെയിംഡ് ആയ സ്വെറ്റ് ഗ്ലാൻസ് ആണ് നമ്മൾ ചൂടുകുരുവായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ചൂടുകുരു കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചൂടുകുരു ഉള്ള കുട്ടികളിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളിൽ വരുന്നതാണ് അവരെ ലൂസായിട്ടുള്ള ഡ്രസ്സ്, അത് പ്രത്യേകിച്ച് കോട്ടൺ ഡ്രസ്സുകൾ ധരിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അവർക്ക് ധാരാളമായിട്ട് വെള്ളം കൊടുക്കുക. അവരെ ഡീഹൈഡ്രേഷൻ കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ വിയർപ്പ് അധികമായിട്ടുണ്ടാവും. അപ്പോൾ ഡീഹൈഡ്രേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് അവരിൽ നമ്മൾ വെള്ളം ധാരാളമായിട്ട് കുടിപ്പിക്കുക. അതുപോലെ തന്നെ ഫാനൊക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ AC ഒക്കെ വെച്ചിട്ട് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് മേല് കഴുകുക അല്ലെങ്കിൽ കുളിപ്പിക്കുകയോ ചെയ്യുക. ദിവസവും 2-3 പ്രാവശ്യം കുട്ടികളെ മേല് കഴുകുകയോ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ അവരെ വിയർപ്പ് പോകാനും വിയർപ്പ് ഗ്രന്ഥികൾ ബ്ലോക്ക് ആവുന്നത് തടയാനും അത് സഹായിക്കും. ചൂടുകുരു ഇൻഫ്ലെയിംഡ് ആയിട്ട് വലിയ രൂപത്തിൽ നല്ല കുരുക്കളായിട്ടോ അല്ലെങ്കിൽ പഴുപ്പുള്ള രീതിയിലോ അല്ലെങ്കിൽ സിവിയർ ആയിട്ട് ചൊറിച്ചിലൊക്കെ ഉള്ള രീതിയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതൊരു 4-5 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ താനേ തന്നെ സുഖമാവുന്നതാണ്. ഇനി അതിലേറെയൊക്കെ നിന്നിട്ട് ചൊറിച്ചിലോ അല്ലെങ്കിൽ വേദനയോ കാര്യങ്ങളൊക്കെ ഉള്ള കുരുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിൽ അത് വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ്.